മാങ്ങാത്തൂർ ഇന്നുള്ള മോട്ടറും പൊക്കിയാണ് നടു ഇതല്ലാതെ. അതിന് നീ മാത്രമല്ല ഞാനും കൂടിയില്ലേ. ഇവനവിടെ പോടാ. ആ വല്ല പുറത്തും പോയതായിരിക്കണം. ഇമ്മാര് ചൂടത്താ. എന്നാ അവനൊന്ന് വിളിച്ചു നോക്കാൻ. എടാ അവനെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ. എന്താ അവന് പോയിക്കൂടെ? എടാ പോകാം, അവന്റെ കയ്യിലല്ലോ കൂക്കേ വേണ്ടേ. എന്റെ സംശയം അതല്ല, അവനവനെ അവന്റെ നാട്ടുകാർ വല്ല പിടിച്ചോണ്ട് വേണോ? എന്തുവാടാ ആ വാ തുറന്നത് നല്ലത് പറ. എടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവന്റെ ആരെയായതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇവനല്ലേലും വാ തുറന്ന് നെഗറ്റീവ് മാത്രം. എന്റെ പ്രശ്നമായല്ലോ. ഞാൻ പോകുന്നു, എന്നെ ആരും അന്വേഷിക്കണ്ട. താങ്ക് യു യുവർ ഫെയ്ത്ത്ഫുള്ളി വിഷ്ണു. താങ്ക് യു ഒരു ചിക്കനോട് പോവാൻ നാട്ടിൽ പോയതാ. പിന്നെ നാട്ടിൽ പോയിട്ട് ജില്ലയിൽ പോലും കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയാക്കി വെച്ചേക്കുന്നവനാ. എടാ ഇന്നലെ രാത്രി നമ്മൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ എന്തോ ഒരു കഥ പോലെ സാധനം പറഞ്ഞു ഓർമ്മയില്ല. എടാ ആ സാധനത്തിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതിന്റെ കഴിഞ്ഞ് കത്തും. വലിയ എത്തിക്സ് ഉള്ള മലരനല്ലേ? രാവിലെ കമ്പനിയുടെ ഉള്ളിൽ മാലയിട്ടിട്ട് വരും. എടാ ലോക്കറിനകത്ത് ഊരി വെക്കാൻ മറന്നു പോയടാ. അതിനിപ്പോ എന്ത് ചെയ്യാ? എടാ രാവിലെ ബിഗ് ബോളിന്റെ മുന്നിൽ നിൽക്കണ കാണായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ എന്ത് പറഞ്ഞു ടെമ്പററി അപ്പൻ പുള്ളി അവർ വിളിക്കുന്നു ഉപദേശിച്ച്. പിന്നെ പുള്ളി പറഞ്ഞതിനും കാര്യമുണ്ടല്ലോടാ. കമ്പനി അല്ലേ ഈ സാധനം എങ്ങാനല്ലേ തൂരിപ്പോയി കഴിഞ്ഞാൽ. അപ്പന്റെ മോൻ ആ ചേട്ടാ, ആ ഞാനാ. ആ വാടക ഞങ്ങള് ഈ മാസം അവസാനം 5 മാസം കൂട്ടിയാൽ തന്നേക്കാം. പെൻഡിങ് എല്ലാം തന്നേക്കാം. ഒരിത്തിരി ടൈറ്റായി പോയിട്ടോ, അതുകൊണ്ടാണ്. ഇല്ല ഈ മാസം ഉറപ്പായിട്ട് തന്നിരിക്കും. ഉറപ്പാ. ശരി ചേട്ടാ. പുള്ളിയുടെ മോളെ എനിക്ക് കെട്ടിച്ചെന്നായിരുടാ. കോമഡി വന്നത് തന്നെ. എന്റെ പൊന്നു മോനെ ഈ മാസം അവിടെ വാടക കൊടുത്തിട്ട് പുള്ളി ഇറക്കി വിടും. മോനെ പുള്ളിന്റെ മോളൊരു ചരക്കാണ് കേട്ടാ. നിനക്കൊക്കെ ഈ കോമഡി അടിച്ചു കിടക്കാം. എന്റെ പേരിൽ ഈ വാടക വെച്ചിട്ട് എഴുതിയേക്കുന്നത്. അതിൻ്റെ അകത്ത് നീയോ മറ്റോ ഇവനുണ്ടല്ലോ, ഇതുവരെ പൈസ തന്നിട്ടില്ല. അവന് 6 മാസത്തെ പെൻഡിങ്. 2 മാസം ഞാൻ ഇടുവേ. ഞാൻ എല്ലാ മാസം പൈസ എണ്ണി തരുന്ന. എടാ അത് ഞാൻ സമ്മതിച്ചു. അത് തൽക്കാലത്ത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല, അത് കിട്ടും. ഇല്ലെങ്കിൽ പോലും ഈ മാല വിറ്റിട്ടാണ് ഞാൻ കാശ് തന്നിരിക്കുന്നത്. എടാ ഞാൻ ഈ മാല വിൽക്കണ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നാ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നീ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു. മോനെ അടുത്ത മാസം സാലറി കിട്ടുമ്പോ എന്റെ വീതം അങ്ങോട്ട് മാലയായാലും മലറായാലും ആ പൈസ അങ്ങ് കൊടുത്താൽ മതി. കാശ് കിട്ടിയാൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ ചെയ്യാനായി കാശ് കൊണ്ട് പിടിച്ച് ാടാ വിഷ്ണു ഇറ്റാടാ അങ്ങോട്ട്. ഇവന് എനിക്കില്ലേ? ഇങ്ങനെ വേണം ഇറങ്ങാൻ. എന്നൊക്കെ എന്നാ സുഖം നോക്കി. പണിക്കും പോകണ്ട, ഒരു പരിപാടിയും ചെയ്യണ്ട, ചുമ്മാ കിടന്ന് ഉറങ്ങിയാൽ മതി. അല്ല കാറ്ററിംഗിലെങ്കിലും പോരാ, ചുമ്മാ കയറി കിടക്കുവാണ്. ഒന്നുള്ളത്
വിളിച്ചില്ലേ? അയ്യടാ എനിക്ക് ബിൽസ് കൂടെ വരച്ചില്ല ഉള്ളത് വരച്ചാ മതി. എല്ലാ ആണുങ്ങളും കേട്ടോ, കാര്യം പറയട്ടോ. ഈ മാസം കൃത്യമായിട്ട് വാടക എല്ലാവരും തന്നെ. പുള്ളി ഇന്നൂടെ വിളിച്ചേ ഉള്ളൂ, ദേവന്മാരോട് ചോദിച്ചു നോക്കും. നീ 6 മാസത്തെ വാടക തരാണ്. എടാ 6 മാസം കേസല്ലേ ഉള്ളൂ, ഈ മാസം നീ അങ്ങ് കൊടുക്ക്. എടാ കഴിഞ്ഞ 2 മാസമായി ഞാനാ കൊടുത്തേക്കുന്നത്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് വാടക വെക്കാൻ ഒരു പരിപാടി നടക്കൂല. കഴിഞ്ഞ 2 മാസം നീ എന്നെ കൊണ്ട് കൊടുപ്പിച്ചല്ലേ, സ്വയം കൊടുത്തു. എന്റെ കൂടെ അങ്ങ് തന്നേരം എന്റെ കാശ്. ശിവനെ ഇന്നുണ്ടോ? ഉണ്ട്. നിന്റെ കുറ. ആ എടാ എന്റെ എന്റെ തന്നെ ഇല്ല, പിന്നെ എങ്ങനെ നിന്റെ അടുത്ത് കൊടുക്കുക? എടാ ഞാനൊരു കോമ്പറ്റീഷൻ നിങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൈസ. ഷോർട്ട് ഫിലിം ചെയ്ത് അത് നിന്റെ പോയല്ല പണിയും ചെയ്യടാ, എന്നിട്ട് അതിൻ്റെ അകത്ത് കാര്യം. ഷോർട്ട് ഫിലിമിന് ഇപ്പം കിട്ടുന്നു. എടാ എനിക്ക് പറയാനുള്ളത്, പണിയെടുത്ത് കൊടുക്കാന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റ്, ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? നീ ജയിക്കുന്ന എന്തോ ഉറപ്പ്? നിന്റെ കാശ് ഞാൻ 1-ാം തീയതി തരും, എന്നിട്ടേ ബാക്കി ഇവിടെ ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. ഞാൻ ഈ ജോലി നിർത്താൻ പോടാം. ഈ ഫിൽറ്റർ കഴുകി ഞാൻ മടുത്ത്. അല്ലെങ്കിലും ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ല. അതിന് മക്കളെ എഞ്ചിനീയറിംഗ് പാസ്സൊന്നും ആയൊന്നുമില്ല, കുറച്ച് ഫിൽറ്ററൊക്കെ കഴിക്കും. പാസ്സായതും ഫിൽറ്ററും കഴിയാണ്. നിനക്കൊന്നും ജോലി ഉള്ളപ്പോൾ ജോലിയുടെ വില അറിയാൻ പറ്റൂല. ഞാൻ ഇവിടെ നാട്ടിൽ ഒരു ഉത്സവം കൂടാൻ പോയി, വള്ളിയായി, പോലീസ് കേസായി. തിരിച്ച് ഇവിടെ കമ്പനി വന്നപ്പോഴത്തേന് പോലീസ് കേസ് മാറ്റാൻ കയറാൻ പറ്റില്ല പറഞ്ഞ് മുമ്പിൽ തെറ്റി ഇവിടെ ഇരുന്നിട്ട് നിന്റെയൊക്കെ വായിൽ നിന്ന് കേൾക്കുന്ന അപ്പോഴേ ഇതിൻ്റെയൊക്കെ വിഷമം മനസ്സിലാകത്തുള്ളൂ. ഇവനാണ് അല്ലെങ്കിലും ഈ വള്ളി മൊത്തം തലയിലെടുത്തത്. ഞാൻ ആ പുള്ളി പറയണത് ഇങ്ങോട്ട് പറയണമെന്നല്ലേ ഉള്ളൂ, അല്ല ഇതിന് മാത്രം വള്ളി പിടിക്കാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഓ ആ കമ്പനീനെ കൊണച്ചാർത്തണം നിർത്തുവോ? എന്റെ പൊന്നെ, നീയൊക്കെ വല്ല കമ്പിക്കഥയും പറയും, ഓണത്തോർത്താനും പറയാം. അയ്യാ വെള്ളം അടിക്കാൻ നല്ല ഞാടാ ഷെയർടാ, എന്നാ ഞാനും ഉണ്ട്. ഷെയർടാൻ കാശുണ്ട്. നിനക്കിത് മാത്രമേ പറയാനുള്ളൂ. കാശുള്ള അടിച്ചാൽ മതി. അവന്റെ ഷെയർ ഞാൻ ഇട്ടോളാം. ഇത് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. അടിച്ചു. കാറ്റ് വേണം. കണ്ണാടി കസവാൽ മൂടും കായാമ്പൂക്കവിളിൽ മെല്ലെ കടുകോളം നുള്ളിയതാരാ. കല്ലുവച്ച കമ്മലിൻ മേലുമ്മ വച്ചതു മിന്നലെ നീ, കാന്തമണി കണ്ണിനയിൽ കനകവിളക്ക് കൊളുത്തിയതും, മയങ്ങുന്ന നേരത്തു നിന്മാറിൽ മെല്ലെ ചാരിയതും, മനസ്സിന്റെ മൺമുറിയിൽ മധുമധുവെന്ന ഒഴുക്കിയതും കണ്ടതാണ് പെണ്ണെ, കൺകവർന്ന പെണ്ണെ, കൊലുസണിഞ്ഞ രാക്കുളിന്റെ ബൈക്കറുണ്ടിയ പെണ്ണെ, കാത്തു നിൽക്കാതെ ഇവിടെ പോയി കണ്ണൻ. കണ്ണം പോയി, കണ്ണം പോയി. ഒരു കഥയായാലും എന്റെ തന്നെ കഥ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താ വേണോ? ഇവന്റെ കഥയൊക്കെ കേട്ടോണ്ടിരിക്കേണ്ട ഗതികേട് വന്നു. അപ്പൊ തുടങ്ങും. ഒരു വിജനമായ തെരുവ്, അവിടെ ഇങ്ങനെ നമ്മുടെ നായിക ഫോം വിളിച്ചിങ്ങനെ നടന്ന് വരും. അവൻ ഇങ്ങനെ നടന്നു വന്നു, കഥ അടച്ചിട്ടേക്കണേ, നോട്ട് പോയിന്റ്. കഥ ചവിട്ടി തുറ താക്കോലിട്ട് തുറന്ന് അകത്ത് കയറി അവനിങ്ങനെ ഇരിക്കാം. മടുത്തല്ലേ ഇരിക്കാൻ. ഇരുന്ന് കഴിഞ്ഞാൽ അവനിങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരാൾ കിടക്കുക. എല്ലടാ പറയുന്ന, എടാ അവൻ ചത്ത് കിടക്കുകയാണ്.
അവൻ ചത്ത്. പാവം എന്തിനു ചത്തതാണ്? നീ ആണെങ്കിൽ എന്നാ ചെയ്യും ആ സമയത്ത്? ഞാൻ എണീച്ചടാ. നീയോ? അഭിനയിക്കണ്ട, നീ എങ്ങനെ അഭിനയിക്കണ്ട? ആ പല്ല് കാണുന്നടാ നിന്റെ ശരിക്കും. നീ എന്നാ ഇവിടെ ഇവിടെ ഒരു ആംബുലൻസ് കിട്ടും ഇപ്പൊ. ഈ ചത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്കാണ്. അങ്ങോട്ട് പോയി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്ക് അപ്പൊ നിങ്ങൾ ആരിലൊക്കെ പറയടേ. പേരെങ്കിലും ഇഷ്ടമല്ലാത്തല്ലേ? ആ നീ തന്നെ പോരെ. എടാ തമാശ പറയല്ലേ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ ബാക്കി കംപ്ലീറ്റ്. അവൻ ആലോചിക്കാൻ പോലും പറ്റില്ല. അവൻ നമ്മളെ കൊണ്ട് ആലോചിച്ചിട്ട് അവന് കഥ എഴുതിയിട്ട് ഒരു ഷോർട്ട് ഫിലിം പറയടാ. നീ എനിക്ക് പോടാ. നിന്നെ തന്നെ ഇഷ്ടമല്ലാത്ത. എടാ ഇവന് പണിയില്ല, നമുക്ക് പണിയുണ്ട്. പോയി കിടന്നുറങ്ങ. ഞാൻ പോവാ. ഞാനിവിടെ ഇതൊന്നും ആലോചിക്കടാ. ഓ ശരിയടാ, നമ്മളെ ആർക്കും വേണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. ശരിയാ. എടാ എന്റെ കട്ടിയിൽ പറയണ ചെറുക്കൻ അവിടെ ചാമ്പ് പോയതാ. ഒന്ന് അടിച്ച് പോടാ അവിടെ നിന്ന്. എടാ നീ ഇത് കണ്ടില്ലേ? ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാണോ? ശരിയാ, എനിക്കൊരു ചെറിയ ഗട്ട് ഫീൽ ഉണ്ട്. എടാ നീ ആലോചിച്ച് നോക്കും, വല്ല റെയിൽവേ ട്രാക്കിൽ തല വെച്ച് കിടപ്പുണ്ടാവും. വിഷം അടിച്ചവരെ കിടപ്പുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ മുങ്ങി ചത്തിട്ടുണ്ടാവും. എടാ എടാ തൂങ്ങിയേറെ കിടപ്പുണ്ടാവും. അവന്റെ അവസ്ഥ അതായിരുന്നു, അതുകൊണ്ടായി പറയണേ. എടാ തേങ്ങ, നീ നെഗറ്റിവിറ്റി അത് നിർത്ത്. അവൻ ചത്തിട്ടൊന്നും ഉണ്ടാവില്ല. എടാ ഈ സിറ്റുവേഷൻ പിന്നെ എന്നാ പറയാനാ? നമുക്കൊന്ന് പോയി നോക്കാം. ആ എന്നാ പോയി കിണർ നോക്കാം. എടാ സീരിയസ് ആയി പറഞ്ഞാണ്, നമുക്കൊന്ന് പോയി നോക്കാം. എവിടെയാന്ന് പറഞ്ഞു പോയി നോക്കാനാ? എടാ നീ അവിടെ ഇരിക്കും, നമുക്കൊന്ന് പോയി നോക്കാം. വാ, ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കാം. ആ ഹലോ എടി അമ്മു. എടി വിഷ്ണു അവിടെ വല്ലതും വരുമോ, വല്ല വിളിക്കുകയോ വല്ലതും ചെയ്തായിരുന്നല്ലേ? ഇല്ലേ? എടി ഒന്നുമില്ല, ഒന്നും പേടിക്കാനൊന്നുമില്ല. അവനൊരു എന്തോ മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് അവൻ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം ചാവാൻ പോയോ എങ്ങോട്ട് പോയോന്ന് അറിയത്തില്ല. അതുകൊണ്ട് അതിലല്ല, പേടിക്കാനൊന്നും ഉണ്ടാവില്ല. ചെറുക്കാൻ അവിടെ ചത്ത് കിടക്കുന്ന. ആടാ എന്തിനും അറിഞ്ഞാന്ന് പറഞ്ഞാ എടാ ഇവനെ ഈ വിളിച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കുക. പിന്നെ ചോദിക്കണ്ട അവന്മാരോടൊക്കെ. നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും അറിഞ്ഞോ? എടാ നമ്മളെ നീ നോക്കാൻ സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. എടാ ഹോസ്പിറ്റലും മോർച്ചറിയിലൊക്കെ നോക്കിയാ. എന്താടാ എടാ നിങ്ങൾ ഇങ്ങനെ സീരിയസ്നെസ് ഇല്ലാതെ കളിക്കില്ലേ? എടാ നമ്മൾ അവനെ മനസ്സിലാക്കണ്ടായിരുന്നു, അവന്റെ കൂടെ നിൽക്കണ്ടായിരുന്നു. അവനൊന്ന് ശ്രദ്ധിച്ചാൽ അവൻ നമ്മളെ വിട്ട് പോകില്ലായിരുന്നല്ലേ? അവന്റെ ആത്മാവിനെങ്കിലും ശാന്തി കൊടുത്താൽ അച്ഛൻ വിളിക്കുന്നടാ. എടുക്ക്. ഹലോ വിഷ്ണു, നീ എവിടെ? എടാ ഇനി ഇവിടെ നിന്റെ കാര്യമില്ലടാ, ഞാൻ പോവാടാ. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നീ കാണിക്കണം, തിരിച്ചു വാ. നീ ആത്മഹത്യ? ആ പട്ടി, ഇവിടെ മനുഷ്യന്റെ വെർജിനിറ്റി പോലും പോയിട്ടില്ല അവന്റെ ആത്മഹത്യ. പിന്നെ ഞാൻ വിളിച്ചേടാ മോനെ, ഞാൻ ഡോൺ ആവാൻ വേണ്ടി പോവാ കേട്ടാ. അപ്പം എൻ്റെ ചിലവിലേക്ക് എൻ്റെ ഒരു പൂക്കയിൽ നിനക്കറിയാലോ, എൻ്റെ മാല ഞാൻ എടുത്തിട്ടുണ്ട്. എടാ മോനെ അനുമോനെ, ഞാൻ ഡോൺ ആയിട്ട് കേടാ. എടാ പട്ടി, അവന്റെ മാലയെ കൊണ്ട് പോയടാ. ഞാൻ ചാവാൻ പോവാ. ആത്മഹത്യ ഒരു പരിഹാരമല്ല. എന്റെ മാലയെ പോയി. ഡോൺ ആവാൻ അങ്ങോട്ടാണോ? അങ്ങോട്ടോ കൂമ്പ് വരണ്ടതല്ലേ, ചെല്ലായിരിക്കൂല. ഈ ചത്ത് കിടക്കുന്നത്
നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരുത്തനാണെങ്കിൽ നോട്ട് പോയിന്റ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരുത്തൻ, അപ്പൊ നിങ്ങളുടെ റിയാക്ഷൻ? നീ ചാവണ്ടതാണ്. നിന്റെ നെഗറ്റീവ് കേട്ടിട്ട് ഞാൻ എന്റെ നെഗറ്റീവ് ആയിട്ടാ. എന്റെ പോസിറ്റീവിലതും എല്ലാം നെഗറ്റീവ് ആയത് നീ കാരണം. നീയൊക്കെ ചാവണം. ലോകത്തിൽ നീ വേണ്ട. ഇവിടെ എന്തിനാ ചത്തേ നീ? പോലീസിന് വിളിക്കും, അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കും, അല്ലെങ്കിൽ എന്റെ തലയിൽ എനിക്ക് എന്തിനാ ഇവിടെ കടന്നു ചേർത്തത്? കറക്റ്റ് എന്റെ തലയിൽ തന്നെ വന്ന് കയറുതല്ല. അല്ലാതെ എന്ത് ചെയ്യും? എടാ ആരുമില്ലേ? താഴെ കിടക്കുന്നത് ആടാ അവൻ. പോടാ.